2 ദിവസം മുൻപ് ഒരു വന്ദേ ഭാരത് യാത്രയിൽ അടുത്തിരുന്നയാൾ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കേണ്ടി വന്നു. മറ്റൊരാളുടെ ഫോൺ സംസാരം കേൾക്കുന്നത് മോശമാണെങ്കിലും വിഷയം മമ്മൂട്ടി ആയതുകൊണ്ടും പറയുന്നയാൾ വികാരം കൊണ്ട് കുറച്ച് ഉറക്കെ ആയതുകൊണ്ടും കേൾക്കാൻ ബാധ്യസ്ഥനായി തീർന്നു എന്നതാണ് സത്യം. 1979 അവസാനം 80 ആദ്യമായി മേള എന്ന ആദ്യ മമ്മൂട്ടി ചിത്രം ഷൂട്ടിംഗ് നടക്കുന്ന എറണാകുളത്ത് ഒരു ദിവസം മുഴുവൻ ഷൂട്ടിംഗ് തന്റെ സഹയാത്രികനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ മുൻവശത്തായിരുന്നു. ഓരോ പ്രാവശ്യവും കട്ട് പറയുമ്പോൾ ഓടിക്കയറി വന്നിരിക്കുന്നത് ഈ സഹയാത്രികന്റെ സ്ഥാപനത്തിലും. ആ മുഴുവൻ ദിവസവും ഇയാൾ ഒരു പുതിയ നടനാണ് എന്ന് പറഞ്ഞുള്ള ഇയാളുടെ വീമ്പിളക്കലുകൾ കേൾക്കുകയും ഇയാൾക്ക് ആരാധനയോടെ ചായയും കാപ്പിയും വരെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു ഈ സഹയാത്രികർ. അയാൾക്കുണ്ടായ ഒരു അനുഭവമാണ് ഫോണിലൂടെ ആരോടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നടനാകുന്നതിന് മുൻപ് ഒരു മുഴുവൻ ദിവസവും ആൻഡ്രോ ജോസഫും പിഷാരടിയും ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത സമയത്ത് ചായയും കാപ്പിയും ചെറുകടികളും കൊടുത്ത് ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ചിരുന്നു ഈ 16 വയസ്സുകാരൻ. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മട്ടാഞ്ചേരിയിൽ ഒരു വിവാഹ സ്ഥലത്ത് ഈ മുഹമ്മദ് കുട്ടിയെ കണ്ടു. ഒരാഴ്ച മുമ്പുള്ള സൗഹൃദം പുതുക്കാനായി ഈ സഹയാത്രികൻ മുഹമ്മദ് കുട്ടിയുടെ അടുത്ത് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ച് കൈ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ താൻ ആരാണെന്ന് മറുചോദ്യത്തോടെ കൈ പിൻവലിച്ചു. കണ്ടുകൊണ്ട് നിന്നിരുന്നവരുടെ മുഴുവൻ മുന്നിൽ ഈ കൊച്ചു പയ്യൻ അപഹാസ്യനായി നോക്കി നിന്നു. അദ്ദേഹം പറഞ്ഞു വന്നിരുന്ന വിഷയം വയനാട്ടിൽ ജില്ലാ സെക്രട്ടറി പുനരധിവാസ കേന്ദ്രം സന്ദർശിക്കുന്ന മമ്മൂട്ടിയുടെ കൂടെ നടന്നപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞതിനെ പരാമർശിച്ചിരുന്നു. അയാൾ അതല്ല അതിനപ്പുറവും പറയുമെന്നാണ് ഈ സഹയാത്രികൻ പിന്നീട് പറഞ്ഞത്. അഹങ്കാരിയും ധിക്കാരിയുമാണ്. അഭിനയിച്ച സിനിമ പോലും പുറത്തു വരാത്ത കാലത്ത് അയാൾ കാണിച്ച പന്നിത്തരമാണ് മുൻപ് പറഞ്ഞത്. ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ ചോദിക്കുന്നത് പോലെ ഇയാൾ ആരാ ഉവ്വേ, വിലമതിക്കാനാകാത്ത മുത്തൊന്നുമല്ലോ. വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിന്റെ മുന്നിൽ ഇയാൾ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം ഇയാൾക്കൊഴികെ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം. സ്വന്തം പേരിന് രാശിയില്ല എന്ന് പറഞ്ഞ് സച്ചിൻ എന്ന് പേര് മാറ്റിയെങ്കിലും സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ശ്രമിച്ച ആത്മവിശ്വാസമില്ലാത്ത വിദ്വാനല്ലേ. റഫീഖിന് ആത്മവിശ്വാസമുണ്ടോ? അതുകൊണ്ടാണ് ചൂരൽമല പുനരധിവാസ കേന്ദ്രം ഇത്രയും ഭംഗിയായി അവിടെ ഉയർന്നു വന്നതും നിലകൊള്ളുന്നതും നിങ്ങളെ പോലുള്ളവർക്ക് വിനോദയാത്രയ്ക്കായി അവിടെ വരണമെന്ന് തോന്നുന്നത്. റഫീഖിനത് വിനോദമായിരുന്നില്ല. റഫീഖിന്റെ ജീവനും ആത്മാവും അവിടെയാണ് കുടികൊള്ളുന്നത്. ഒരു ഉത്തമ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ അന്ന് മുതൽ അവരുടെ കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും നിന്നിരുന്ന വ്യക്തിയാണ് റഫീഖ്. ആ റഫീഖിൽ നിന്നും 2 അടി പുറകോട്ട് മാറി നിന്ന് ബഹുമാനം കാണിക്കേണ്ടിയിരുന്ന ചുമതല മമ്മൂട്ടിക്കായിരുന്നു. മമ്മൂട്ടി അവിടെ സന്ദർശിക്കുന്നതിന് മുൻപും പിൻപും MA ബേബിയും PP സുനീറും അടക്കമുള്ള പല പ്രമുഖരും അവിടെ സന്ദർശിച്ചു. അന്നൊന്നും പത്രവാർത്തയായില്ല. ഇപ്പോൾ ഇയാളെ രഹസ്യ സന്ദർശനം എന്ന് പറഞ്ഞു വന്നത് മാധ്യമങ്ങളെ അറിയിച്ച് പരസ്യമാക്കിയത് ഇയാൾ തന്നെയാണ്. ഇതാണ് ഇയാളുടെ ഇരട്ടത്താപ്പ്. ഒരു സഖാവ് എന്ന നിലയിൽ തങ്ങളുടെ അധികാര പരിധിയിലെത്തിയ മറ്റൊരു സഖാവിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചു എന്ന തെറ്റു മാത്രമേ റഫീഖും കൂട്ടരും ചെയ്തിട്ടുള്ളൂ. ബോബനും മോളിയിലെയും പട്ടിയെ പോലെ പിഷാരടി പുറകെ നടക്കുന്നത് മാത്രമേ ഇയാൾക്ക് ഇഷ്ടമുള്ളൂ എന്ന് തോന്നുന്നു. CPM-ന്റെയും കൈരളിയുടെയും മുകളിൽ കയറിയിരുന്ന് ആള് കളിക്കുന്ന ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് എന്താണ് ഇത്ര പുച്ഛം? മമ്മൂട്ടിയേക്കാൾ താരത്തിളക്കം റഫീഖിന് തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ജനങ്ങളുടെ പണം കൊണ്ട് ആളായവനാണ് മമ്മൂട്ടി. സ്വന്തം പ്രയത്നം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ ആളാണ് റഫീഖ്. ഇയാൾ അഭിനയിച്ച പടം ജനങ്ങൾ കണ്ടത് കൊണ്ടാണ് ഇയാൾ ഇത്രയും വലിയ സമ്പന്നനും സ്റ്റാറുമായി മാറിയത്. ഇയാളുടെ സിനിമകളൊന്നും ഇയാളുടെ മിടുക്ക് കൊണ്ട് രക്ഷപ്പെട്ടു പോയതല്ല. നല്ല സംവിധായകരുടെ മിടുക്കും ജയൻ എന്ന അതുല്യ പ്രതിഭയുടെ അകാലത്തിലുള്ള അപകട മരണവുമാണ് ഇയാൾക്ക് പെട്ടെന്ന് താരപരിവേഷം കിട്ടിയത് എന്ന് ഒരിക്കലെങ്കിലും ഇയാൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. റഫീഖിനോട് പരസ്യമായി മാപ്പ് പറയുവാൻ ഇയാൾ തയ്യാറാവണമെന്നാണ് സഹയാത്രികൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവ കഥ കൂടി പറയാം.
ഏതാണ്ട് 25 വർഷം മുൻപ് ഈ സഹയാത്രികന്റെ മകൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് പാലക്കാട് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുവാൻ മോഹൻലാൽ എത്തി. സംഘാടകരുടെ ക്ഷണമനുസരിച്ച് അവിടെ എത്തിയ സഹയാത്രികന്റെ മകനോട് സംഘാടകരിൽ പ്രമുഖൻ പറഞ്ഞു, നിന്റെ മോഹൻലാൽ പോയി കണ്ടോ? ആവേശഭരിതനായ കുട്ടി ഓടി മുകളിൽ കയറി. മുകളിൽ ഒരു സ്വകാര്യ മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന മോഹൻലാൽ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ കുട്ടി അടുത്തേക്ക് ഓടിച്ചെല്ലാൻ ശ്രമിച്ചു. കൂടെ നിൽക്കുന്നവർ കുട്ടിയെ പിടിച്ചു മാറ്റി. ഇത് കണ്ട് മോഹൻലാൽ അവരോട് കുട്ടിയെ വിടാനും അവനോട് തന്റെ അടുത്തേക്ക് വരാനും ആവശ്യപ്പെട്ടു. ചേർത്തു നിർത്തി കൂടെയുള്ളവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. അവനെ സന്തോഷപൂർവ്വം പറഞ്ഞയച്ചു. നമ്മൾ ഒരു സ്ഥാനത്തെത്തുമ്പോൾ എളിമയുള്ളവരായി തീരണമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മോഹൻലാൽ. UDF എങ്ങാനും അധികാരത്തിൽ തിരിച്ചു വന്നാൽ തനിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതെ പോയാലോ എന്ന അല്പതരമാണ് ഇടത് സഹയാത്രികനായി അഭിനയിച്ചു നടക്കുന്ന ഇയാൾ വയനാട്ടിൽ കാണിച്ചത്. റഫീഖിനെ രഹസ്യമായി വിളിച്ച് ക്ഷമ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. നിർവാഹക്കേടുകൊണ്ട് റഫീഖ് അത് വരവ് വെച്ചിട്ടുണ്ടാകും. പരസ്യമായി റഫീഖിനെ അപമാനിച്ചത് തെറ്റായി പോയെന്ന് മമ്മൂട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി തന്നെ ക്ഷമ പറയണം.